കായംകുളം കദീശ കത്തീഡ്രലിൽ സെന്റ് ഡൈനേഷ്യസ് ഫെലോഷിപ്പിന്റെ 2026-2027 വർഷത്തെ പ്രവർത്തനോദ്ഘാടനവും ദാനാത്മക സംഗീത സന്ധ്യയും നടന്നു. സഹസ്രോത്തര ദിശതാബ്ദിയുടെ ശോഭയുള്ള കായംകുളം കദീശ കത്തീഡ്രലിൽ സെന്റ് ഡൈനേഷ്യസ് ഫെലോഷിപ്പിന്റെ 2026-2027 വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനവും സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ പാട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ധ്യാനാത്മക സംഗീത സന്ധ്യയും നടന്നു. SDOF മാവേലിക്കര ഭദ്രാസന വൈസ് പ്രസിഡന്റ് ഫാദർ മാത്യു വി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. സഭ സുനദോസ് തീരുമാനപ്രകാരം ആരംഭിച്ച SDOFന്റെ ഭദ്രാസന പ്രവർത്തനങ്ങൾ ആദ്യം ആരംഭിക്കുന്ന ദേവാലയം കായംകുളം ഖദീസ ഇടവകയാണ്. വിശ്വാസം, സാക്ഷ്യം, പ്രബോധനം എന്ന ആപ്തവാക്യത്തിൽ ഊന്നൽ നൽകിക്കൊണ്ട് 40 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സഹോദരങ്ങളുടെ കൂട്ടായ്മയാണല്ലോ ഈ SDOF എന്ന് പറയുന്നത്. സഭാപാസകൻ ഒട്ടശ്ശേരി മാർ ദിവന്യാസ തിരുമേനിയുടെ നാമധേയത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഈ പ്രസ്ഥാനം കേന്ദ്രതലത്തിൽ നമ്മുടെ അഖില മലങ്കര ദേവാലയങ്ങൾ, സഭയുടെ ദേവാലയങ്ങളെല്ലാം തന്നെ യൂണിറ്റുകൾ ഏറെ ആരംഭിക്കാൻ തക്കവണ്ണം പ്രത്യേകിച്ച് ഉമ്മൻചോണ്ടിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ പ്രവർത്തിക്കുന്നു. ഭദ്രാസനത്തിന്റെ വിവിധങ്ങളായ ദേവാലയങ്ങളോട് 20ഓളം യൂണിറ്റുകൾ സജീവമായി പ്രവർത്തിപ്പാൻ തക്കവണ്ണം നേതൃത്വം നൽകുന്ന വികാരി ഫാദർ കോശി മാത്യു അധ്യക്ഷത വഹിച്ചു. ആരംഭിച്ച രണ്ട് പ്രസ്ഥാനങ്ങളാണല്ലോ SDOFും SJOFും. ഒരുപക്ഷെ സഭയിൽ അതിനുള്ള തീരുമാനം എടുത്തപ്പോൾ തന്നെ മാവേലിക്കര ഭദ്രാസനത്തിൽ SDOF ആദ്യം ആരംഭിക്കുന്നത് കായംകുളം ഖദീസ കത്തീഡ്രൽ ദേവാലയത്തിലാണ്. സഭയിലെ 40 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ള ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്ക് പ്രവർത്തിക്കുവാനുള്ള ഒരിടമായി സഭ അത് ക്രമീകരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഖദീസ കത്തീഡ്രൽ ദേവാലയത്തിൽ അതിന് നേതൃത്വം കൊടുക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ വിവിധ പ്രസ്ഥാനത്തെ, അത് കൊല്ലമായിരിക്കുമ്പോഴും മാവേലിക്കരയായിരിക്കുമ്പോഴും വിവിധ പ്രസ്ഥാനത്തിന് ശക്തമായ നേതൃത്വം കൊടുത്ത ഒരു നേതൃത്വ നിര കായംകുളം ഖദീസ കത്തീഡ്രൽ ദേവാലയത്തിൽ ഉണ്ട് എന്നുള്ളത് അത് അഭിമാനകരം തന്നെയാണ്. അസിസ്റ്റന്റ് വികാരി ഫാദർ ബിനു ഈശോ, കേന്ദ്ര ട്രഷറർ ഉമ്മൻ ജോൺ, ഭദ്രാസന സെക്രട്ടറി TK മത്തായി, ട്രഷറർ തോമസ് വർഗീസ്, മേഖലാ സെക്രട്ടറി അനിൽ P ഡാനിയേൽ, കത്തീഡ്രൽ കൈസ്ഥാനി എബ്രഹാം ഫിലിപ്പ്, സെക്രട്ടറി ബിനു കോശി തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ പാട്ടുകൾ ഉൾപ്പെടുത്തി SDOF പ്രവർത്തകരായ റെജി ഈപ്പൻ, റെജി കോശി, അനിൽ P ഡാനിയേൽ, ഷിജു വർഗീസ് ഇഞ്ചക്കൽ, ബിജു K, വർഗീസ് ജോസഫ്, ലില്ലിക്കുട്ടി ജോസ്, മിനി തോമസ് തുടങ്ങിയവർ ചേർന്ന് വികാരി ഫാദർ കോശി മാത്യുവിന്റെ നേതൃത്വത്തിൽ ധ്യാനാത്മക സംഗീത സന്ധ്യ നടത്തി. ദക്ഷിണ മേഖലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന അനിൽ P ഡാനിയേലിനെയും ഗ്രൂപ്പ് ഓർഗനൈസർ റെജി കോശിയെയും ഭാരവാഹികളായിരുന്ന റെജി ഈപ്പനെയും എബ്രഹാം ജോയിയെയും ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം.